For built-in data type last one ആയ ഡിക്ഷണറീസിനെ കുറിച്ചാണ് പറയുന്നത്. ഡിക്ഷണറി എന്ന് പറയുന്നത് കീ വാല്യൂ പെയർ ആയിട്ട് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിക്ഷണറീസ് യൂസ് ചെയ്യുന്നത്. ഡിക്ഷണറീസ് കേളി ബ്രാക്കറ്റ്സിലാണ് കൊടുക്കുന്നത്. ഇതിൽ ഇപ്പൊ ഇവിടെ ഒരു ഡിക്ക് വൺ എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ നെയിം ഏജ് പ്ലേസ് ആണ് കീവേഡ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂസ് ആണ് റാം 29 എറണാകുളം. ഇനി ഡിക്ഷണറിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓർഡർഡ് ആണ്, അതായത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ഡിക്ഷണറീസിനുണ്ട്. പഴയ പൈത്തൺ വേർഷനിൽ ഡിക്ഷണറീസ് അൺഓർഡർഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ പുതിയ വേർഷനിൽ ഡിക്ഷണറീസ് ഓർഡർഡ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ഫീച്ചർ ആണ് ചേഞ്ചബിൾ ആണ്, അതായത് പുതിയ വാല്യൂസിനെ ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, ചേഞ്ചസ് വരുത്തുകയൊക്കെ ചെയ്യാം. മൂന്നാമത്തെ ഫീച്ചർ ആണ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് അല്ല, അതായത് ഇപ്പോൾ സെയിം കീവേഡ് നെയിം എന്ന് പറയുന്ന ഒരു കീവേഡും കൂടെ ഇവിടെ കൊടുത്തിട്ട് മറ്റൊരു പേര് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിക്ഷണറി അക്സെപ്റ്റ് ചെയ്യില്ല. ഇനി എങ്ങനെ ഒരു ഡിക്ഷണറി പ്രിന്റ് ചെയ്യാൻ നോക്കാം. അതിന് പ്രിന്റ് കൊടുക്കുക, ഡിക്ഷണറി നെയിം കൊടുക്കുക, ദെൻ റൺ കൊടുക്കുക. ഇപ്പോൾ ഡിക്ഷണറിയിലുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി ഡിക്ഷണറീസിൽ കീസ് മാത്രമാണ് പ്രിന്റ്, അതായത് ഈ നെയിം ഏജ് പ്ലേസ് മാത്രമാണ് കിട്ടേണ്ടത്. അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ ഏത് കീസ് ആണ് കീസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പ്രിന്റ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഡിക്ഷണറി നെയിം ഡോട്ട് കീസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക. ഞാൻ ഒന്ന് റൺ ചെയ്യാം. ഇപ്പോൾ നെയിം ഏജ് പ്ലേസ് മാത്രമാണ് കീസ്. ഇനി നമുക്ക് വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് കിട്ടേണ്ടതെങ്കിൽ കീസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മാറ്റി വാല്യൂസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കാം. റൺ ചെയ്യുമ്പോൾ റാം 29 എറണാകുളം വാല്യൂസ് മാത്രമായിട്ട് പ്രിന്റ് ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നമുക്കൊരു പെർട്ടിക്കുലർ കീവേഡിന്റെ വാല്യൂ എന്താണെന്ന് അറിയണം. അതെങ്ങനെ ചെയ്യാന്ന് നോക്കാം. ആദ്യം ഇതിനൊന്ന് കമന്റ് ചെയ്യാം. ഈ പെർട്ടിക്കുലർ കീയുടെ വാല്യൂ കണ്ടുപിടിക്കുന്ന രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രിന്റ് ഡിക്ഷണറി നെയിം കൊടുക്കുക, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഏത് കീവേഡിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ആ കീവേഡ് അവിടെ കൊടുക്കുക, എന്നിട്ട് റൺ ചെയ്യാം. ഇപ്പൊ നമ്മൾ പ്ലേസ് ആണ് കൊടുത്തത്, പ്ലേസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എറണാകുളമാണ്. ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാം. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഗെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആദ്യം നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു, എന്നിട്ട് ഡിക്ഷണറി നെയിം കൊടുക്കുക, ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഏത് കീയുടെ വാല്യൂ ആണ് കിട്ടേണ്ടത് ആ കീ അവിടെ കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം പ്ലേസ് അല്ലേ കൊടുത്ത, പ്ലേസ് തന്നെ കൊടുത്തു നോക്കാം. പ്ലേസ് കൊടുത്തു, എന്നിട്ട് എ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. എ ഒന്ന് റൺ ചെയ്യാം, എറണാകുളം. അപ്പൊ ഈ രണ്ട് മെത്തേഡിലും നമുക്ക് പെർട്ടിക്കുലർ കീവേഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിക്ഷണറിയിലെ എല്ലാ ഐറ്റംസിനും എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഡിക്ഷണറിയിലെ എല്ലാ ഐറ്റംസിനും നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു വേരിയബിൾ കൊടുക്കുക, ഈക്വൽ ടു ഡിക്ഷണറി നെയിം കൊടുക്കുക, ഡോട്ട് ഐറ്റംസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക, എന്നിട്ട് ആ വേരിയബിൾ എ എന്ന് പറയുന്ന വേരിയബിളിനെ പ്രിന്റ് ചെയ്യാം. ഐറ്റംസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്ത് നമുക്കിപ്പോ ഈ ഡിക്ക് വൺ എന്ന് പറയുന്ന ഡിക്ഷണറിയിലുള്ള എല്ലാ ഐറ്റംസും കിട്ടും. റൺ ചെയ്യാം. ഇവിടെ നെയിം റാം എന്ന് വന്നിട്ടുണ്ട്, ഏജ് 29, പ്ലേസ് എറണാകുളം. ഇനി അടുത്തത് വരുന്നത് ചേഞ്ചസ് വരുത്താനായിട്ടാണ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വാല്യൂ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്നാണ് നോക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഒരു കീവേഡിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യാൻ നോക്കാം. അതും രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിക്ഷണറി നെയിം കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഏത് കീയുടെ വാല്യൂ ആണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ കീ അവിടെ കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ നെയിമിന്റെ വാല്യൂ എന്ന് പറയുന്നത് റാം ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റാം മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു പേരാക്കണം. അപ്പൊ നമ്മൾ ആ പേര് ഇവിടെ കൊടുക്കുക, റിയ എന്ന് കൊടുത്തു, എന്നിട്ട് ഡിക്ഷണറി പ്രിന്റ് ചെയ്യാം.
പ്രിന്റ് dic1 കൊടുക്കുക. എന്നിട്ട് റൺ ചെയ്യാം. ഇവിടെ നോക്കിയാൽ നെയിം റിയ എന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഫസ്റ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അല്ല, വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ട ആദ്യം ഡിക്ഷണറി നെയിം കൊടുക്കുക. ഡോട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഒരു കേർലി ബ്രാക്കറ്റ് കൊടുത്തിട്ട് അവിടെ നമുക്കിപ്പോൾ നെയിം ആണ് ചേഞ്ച് ചെയ്യുന്നത്. നെയിം തന്നെ ചെയ്ത് നോക്കാം. നെയിം കൊടുക്കുക, കോളൻ കൊടുക്കുക. എന്നിട്ട് അവിടെ ചേഞ്ച് ചെയ്ത് വരേണ്ട വാല്യൂ എന്താണോ, രവി എന്നാണ് ചേഞ്ച് ചെയ്ത് വരേണ്ടെങ്കിൽ ആ പേര് അവിടെ കൊടുക്കുക. ദെൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. ഡിക്ഷണറി പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. dic1. ഇതൊന്ന് റൺ ചെയ്യാം. ഇപ്പോൾ നെയിം രവി എന്ന് ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് രീതിയിൽ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനും കൊടുത്ത് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഒരു പുതിയ ഫീൽഡ് തന്നെ ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഇതിൽ 3 ഫീൽഡാണുള്ളത്. പുതിയൊരു ഫീൽഡും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കാം. അതിനും ഈ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചാണ് നമുക്ക് പുതിയൊരു ഫീൽഡിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഡിക്ഷണറി നെയിം കൊടുക്കുക, അപ്ഡേറ്റ് ഫംഗ്ഷൻ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ കേർലി ബ്രാക്കറ്റ് കൊടുത്തിട്ട് അവിടെ പുതിയ ഫീൽഡ് ഏതാണോ അത് കൊടുക്കുക. ഇപ്പൊ സ്റ്റാറ്റസ് എന്നാണെങ്കിൽ സ്റ്റാറ്റസ് കൊടുക്കുക, കോളൻ അതിന്റെ വാല്യൂ കൊടുക്കുക. ഇപ്പോൾ മാരീഡ് അങ്ങനെ കൊടുക്കുക. ദെൻ പ്രിന്റ് ഡിക്ഷണറി പ്രിന്റ് ചെയ്യാം dic1. ഇതിപ്പോൾ റൺ ചെയ്യാം. ഇവിടെ നെയിം റാം, ഏജ് 29, പ്ലേസ് എറണാകുളം, സ്റ്റാറ്റസ് മാരീഡ്, പുതിയൊരു ഫീൽഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലാതെ മറ്റൊരു മെത്തേഡിലും കൂടെ നമുക്ക് ഒരു പുതിയ ഫീൽഡിനെ ആഡ് ചെയ്യാം. അത് ഡിക്ഷണറി നെയിം കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ്സിൽ പുതിയ ഫീൽഡ് ഏതാണോ സ്റ്റാറ്റസ് തന്നെയാണ് കൊടുക്കുന്നത്. അതിനും ഇതൊന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. സ്റ്റാറ്റസ് കൊടുത്തു. ദെൻ സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്ത് ഈക്വൽ ടു കൊടുത്തിട്ട് അതിന്റെ വാല്യൂ എന്താണോ അത് കൊടുക്കുക. അൺമാരീഡ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഡിക്ഷണറി പ്രിന്റ് ചെയ്യാം. dic1 കൊടുത്തു. ഇപ്പൊ റൺ ചെയ്താൽ ഈ അൺമാരീഡ് എന്നുള്ള ഫീൽഡ് അവിടെ വന്നു, സ്റ്റാറ്റസ് അൺമാരീഡ്. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പുതിയൊരു ഫീൽഡിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വരുന്ന റിമൂവ് ചെയ്യുന്നതാണ്. റിമൂവ് ചെയ്യാനായിട്ട് പോപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫീൽഡിനെ, ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ റിമൂവ് ചെയ്യണമെങ്കിൽ പോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഡിക്ഷണറി നെയിം ഡോട്ട് പോപ്പ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഏത് ഫീൽഡ് ആണോ റിമൂവ് ചെയ്യേണ്ടത് അതിന്റെ കീവേഡ് അവിടെ കൊടുക്കുക. ഇപ്പൊ നെയിം ആണ് റിമൂവ് ചെയ്യേണ്ടെങ്കിൽ നെയിം എന്ന് കൊടുക്കുക. ദെൻ പ്രിന്റ് dic1 കൊടുക്കുക. എന്നിട്ട് റൺ ചെയ്താൽ ഇവിടെ ഇപ്പൊ നെയിം എന്ന് പറയുന്ന ഫീൽഡ് തന്നെ റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ ഡിക്ഷണറിയിലെ ലാസ്റ്റ് ഐറ്റം, അതായത് ലാസ്റ്റ് ഫീൽഡ്, ഇപ്പൊ ഈ പ്ലേസ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ഫീൽഡ്, അത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ പോപ്പ് ഐറ്റംസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. പോപ്പ് ഫീൽഡ് പോപ്പ് ഐറ്റം കൊടുക്കാനായിട്ട് ഇവിടെ ഇത് കമന്റ് ചെയ്യുക. എന്നിട്ട് ഡിക്ഷണറി നെയിം ഡോട്ട് പോപ്പ് ഐറ്റം കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് ഡിക്ഷണറി പ്രിന്റ് ചെയ്യാം dic1. ഇതിപ്പോ റൺ ചെയ്താല് ഇവിടെ ലാസ്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ പ്ലേസ് എന്ന് പറയുന്ന ഈ ഫീൽഡ് ഇവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിക്ഷണറിയിലെ ഐറ്റംസിനെ, ഈ ഐറ്റം എല്ലാം റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് ഡിക്ഷണറി നെയിം കൊടുക്കുക, ഡോട്ട് ക്ലിയർ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്, ദെൻ
പ്രിന്റ് ഡിക്ഷണറി നെയിം കൊടുക്കാം. റൺ ചെയ്ത് നോക്കാം. ഇപ്പോ കേളി ബ്രാക്കറ്റ്സ് മാത്രം, അതായത് അവിടെ ഒരു ഡിക്ഷണറി ഉണ്ട്, പക്ഷെ ഡിക്ഷണറിയിലുള്ള ഐറ്റംസ് എല്ലാം റിമൂവ് ആയി പോയി. ഇനി നമുക്ക് ഡിക്ഷണറി തന്നെ ഡിക്ഷണറിയും ഡിക്ഷണറിയുടെ ഐറ്റംസും റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യും. അതിന് ഡെൽ സ്പേസ് കൊടുക്കുക, ഡിക്ഷണറി നെയിം കൊടുക്കുക, ദെൻ പ്രിന്റ് ഡിക്ഷണറി നെയിം കൊടുത്താൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു എറർ മെസ്സേജ് ആയിരിക്കും. നെയിം dict1 is not defined, did you mean dict? അപ്പോ എറർ മെസ്സേജ് വരാൻ കാരണം അവിടെ അങ്ങനെ ഒരു ഡിക്ഷണറി തന്നെ ഇല്ലാത്തത് കൊണ്ടാണ്.